Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് ഗാരേജിൽ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എൻ്റെ കാലത്തെ പണിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീലെല്ലാം അയച്ചു കൊടുത്തു. കാരണം ഇത് പിയാനോ ബ്ലാക്ക് അടിക്കാനായിട്ട് പോകുന്നു കേട്ടോ. റിറ്റ്സിൻ്റെ വീല്, അതുപോലെ ഹാൻഡിലുകൾ, മിറർ സാധനങ്ങളെല്ലാം പിയാനോ ബ്ലാക്ക് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ടയറെല്ലാം അയച്ചു കൊടുത്തു. ടയർ അയച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ ലോസ് വണ്ടി നമ്മൾക്ക് വന്നിട്ടുണ്ട്. കുറേ കാലം മുമ്പ് നമ്മൾക്ക് ഇവിടെ വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറ്റണം. ഈ ഒരു വണ്ടിയുടെ സീറ്റ് നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ സീറ്റും കൊണ്ടുപോകണം, അതേപോലെ വേറെ സിൽവർ വണ്ടിയുടെ സീറ്റും നമ്മൾക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ അഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. സീറ്റും കാര്യങ്ങളെല്ലാം അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞോട്ടെ ഈ വണ്ടിയുടെ. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു വണ്ടി ഇതേ പ്രൈമർ കോട്ട് ആവാറായി എന്നല്ല, പ്രൈമർ കോട്ട് അടിക്കാൻ വേണ്ടി ഇതേ മാസ്കിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു വണ്ടി പ്രൈമർ അടിക്കണം. നമ്മൾ ഇന്നലെ ഈ വണ്ടിയുടെ പുട്ടിവർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും, വ്ലോഗ് കാണുന്നവർക്കറിയാം. അപ്പോൾ അതിനെ എത്രത്തോളം മാസ്കിംഗ് ഒക്കെ ചെയ്ത് പ്രൈമർ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. ഓക്കെ, പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഒരു ബ്ലൂ കളർ ഇന്നോവ അത്യാവശ്യം നല്ല ഒരു വണ്ടിയായിരുന്നു. അത്യാവശ്യം ബോഡി ഡെൻറ്റിങ് ഉണ്ടായിരുന്നു, പക്ഷേ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുരക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയാണ്, ലഞ്ച് ബ്രേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി ഇവിടെ മാസ്കിങ് ചെയ്തിട്ടു. കാരണം ഇത് പ്രൈമർ അടിക്കുമ്പോൾ ഇതിപ്പം പിടിക്കാൻ പാടില്ല. പോളിഷിങ് കഴിഞ്ഞ റബ്ബിങ് കഴിഞ്ഞ വണ്ടിയാണ് റിറ്റ്സ്. റബ്ബിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് സീറ്റ് കൊണ്ടുകൊടുക്കാനായിട്ട് പോകണം. സീറ്റ് രണ്ട് വണ്ടിയുടെ സീറ്റ് ഇപ്പോൾ നമ്മൾ കൊണ്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം കാര്യങ്ങളും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ നമ്മളുടെ ഗാരേജിൽ കിടക്കണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതേ ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വണ്ടിയുടെയും ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടിയുടെയും അതേപോലെ തന്നെ വേറൊരു വണ്ടിയുടെയും സീറ്റ് വർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ട് വണ്ടീൻ്റെ സീറ്റ് നമ്മളിവിടെ നേരത്തെ അയച്ച സീറ്റ് ഇവിടെ കൊടുത്തു സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോകണം കേട്ടോ. ഗാരേജ് തിരിച്ചെത്തിയപ്പോൾ നമ്മൾ ഇന്നലെ അയച്ചു കൊടുത്ത വീല് ഇതേ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ ആ ഒരു എസ് എന്നുള്ളത് സുസുക്കി എന്നുള്ളത് ക്രോം കൊടുത്തു. ഉള്ളിലൊക്കെ ഇതൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഫുൾ എപ്പോക്സി അടിച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്, പിയാനോ ബ്ലാക്ക് അടിച്ചിരിക്കുന്നത്. കാലിബർ നമ്മൾ ഇങ്ങനെ ഒരു റെഡ് ഇതിൽ കൊടുത്തു, ബാക്കിൽ അതേപോലെ തന്നെ ഡിസ്ക് ഈ ഒരു രീതിയിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് അതേപോലെ തന്നെ നമ്മൾക്ക് ഇത് സെറ്റിങ്ങിൻ്റെ പരിപാടിക്ക് പോവാം. അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ബമ്പർ പുതിയതാണ്. നമ്മൾ ഇന്നലെ പ്രൈമർ അടിക്കാനിടുന്ന വണ്ടി പ്രൈമർ അടിച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഫൈനൽ പൂത്തി കയറ്റാൻ വേണ്ടി ഇറക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ട ബ്ലൂ ഇന്നോവയാണ്. അതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പ്രൈമർ അടിക്കാറായിട്ട് നിൽക്കുന്നു. ഈ വണ്ടി ഇതേ സെറ്റിങ്ങിന് വേണ്ടി നിൽക്കുന്നു. പിന്നെ നമ്മളുടെ ഒരു സിൽവർ ഇന്നോവ ഞാൻ നമ്മളിതേ ഈ ഒരു വണ്ടി പ്രൈമർ അടിച്ചിരുന്ന വണ്ടി അതിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് റിറ്റ്സിൻ്റെ വീല് പിടിപ്പിക്കാം. നമ്മുടെ ഇന്നോവയുടെ ഡോറന്മാറിൻ്റെ പാഡിൻ്റെ ആ ഒരു യൂണിറ്റാണ് നമ്മുടെ സ്വിച്ച് പാനലൊക്കെ വരുന്നത്. 1G3 എന്ന് പറയുന്ന ഗ്രേ കളർ അടിച്ച് ഗ്ലോസി ഫിനിഷിങ് കൊടുക്കണം കേട്ടോ.
അപ്പോൾ മിക്ക വണ്ടികളിലും നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. ബോറായി നിൽക്കുന്ന പാനലുകൾ വണ്ടി ഇത്തിരി അടിക്കും. ക്ലിയർ അടിച്ചിട്ട് കാണാം നമുക്ക്. പാനലുകൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റിറ്റ്സിൻ്റെ ഹാൻഡിലുകളാണ്. റിറ്റ്സിൻ്റെ ഹാൻഡിൽ മൊത്തം പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബൂത്തിൽ വരികയാണെങ്കിൽ നമ്മളുടെ ഇന്നോവ സിൽക്കി ഗോൾഡ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് അതിൻ്റെ ബേസ് കോട്ടൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. നമ്മൾ ആദ്യം ഈ വണ്ടിയും അടിച്ചിരിക്കുന്നത് ബോഡി ഷേപ്പിങ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2K പ്രൈമർ അടിച്ചു. 2K പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾ സിൽവർ കളർ അതിൻ്റെ ബേസ് കോട്ടായിട്ട് സിൽവർ അടിച്ചു. ഇനിയാണ് ഇതുമ്പോൾ പെയിൻറ്റ് വരുന്നത്. കാപ്സിയുടെ പെയിൻറ്റ് ഇനി വരും. അതിനുശേഷം നമ്മൾ 2 കോട്ട് ക്ലിയർ അടിക്കും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ബേസ് കോട്ട് കഴിഞ്ഞു ഇരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് പെയിൻറ്റ് കോട്ട് വരും കേട്ടോ. പിന്നത്തെ ഈ പരിപാടിയും തീർന്നു. ഇതൊന്നും ഫുൾ പെയിൻറ്റിങ് തീർന്നു കേട്ടോ. സീറ്റുകൾ സെറ്റിങ് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ബാക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനലിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത് കേട്ടോ. അതിൽ ലുക്കാവും. ഫ്ലോറൊക്കെ ഓൾറെഡി നല്ല ഫ്ലോറാണ്. അപ്പോൾ അത് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റ് ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട് സീറ്റ്? ഓട്ടോമാറ്റിക് മാറ്റം. ഓക്കെ, എൻ്റെ സ്റ്റിയറിംഗ് വീലുകളും കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണട്ടെ. നിങ്ങൾക്ക് ഈ ഫൈനൽ വീഡിയോ നാളെ വരുന്നതാണ്. ഫ്ലോറൊക്കെ ഒന്ന് ക്ലിയർ, റൂഫൊക്കെ ക്ലീൻ ചെയ്യണം, നല്ലതാണ്. ഓക്കെ, സ്റ്റിയറിംഗ് വീൽ ഇതൊന്നല്ല, വേറെയാണ്. ഞാൻ കാണിച്ചു തരാം. സ്റ്റിയറിംഗ് വീല്, അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഫ്രണ്ടിൽ വരുന്നത്, പിന്നെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഈ ഒരു കളർ തന്നെ ഒരച്ചിട്ടാണത് ഡെൻറ്റിങ് ചെയ്തിട്ടാണ് കണ്ടിരിക്കും. അപ്പം അതിൻ്റെ പുട്ടികൾക്കും കാര്യങ്ങളെല്ലാം തീർന്നു. കാര്യങ്ങളെല്ലാം തീർന്നു ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഈ സൈഡ് കുറച്ച് ബാക്കിയുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിറ്റ്സിൻ്റെ ബമ്പർ പെയിൻറ്റിങ് ചെയ്യാണ്. ഇവിടെ ഒരു ഡെൻറ്റിങ്ങിൻ്റെ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഡെൻറ്റിങ് ഉണ്ട് ഈ വണ്ടിക്ക്. പാച്ച് വർക്ക് ഉണ്ട്. ഡെൻറ്റിങ് അല്ല, പാച്ച് വർക്ക്, പീസ് വെച്ചിട്ടുള്ള വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഇന്നർ സൈഡ് ആയാലും ഉണ്ടോ, ടൂവില് പീസുകൾ വയ്ക്കണം. അത് ഓയിൽ പ്രൈമർ അടിച്ചിട്ടൊക്കെ വേണം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് കേട്ടോ. അല്ല, ഈ സൈഡ് പോകുമ്പോഴും ഉണ്ട്, ഇവിടെയും റെസ്റ്റ് ഉണ്ട്. ഈ സൈഡ് ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഈ ബബിൾസ് ആണ്, റെസ്റ്റാണ്, അത് ചെയ്യണം. അല്ലേ, ഇവിടെ ഈ ഒരു ബബിൾസ് റെസ്റ്റാണ്. അപ്പോൾ ആ സൈഡ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു സൈഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗ്യാരേജിലൊക്കെ വിശേഷങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അതിൻ്റേതായ റിറ്റ്സിൻ്റെ നമ്മുടെ വീലൊക്കെ ലൈവിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് കണ്ടിരിക്കും. അതേപോലെ നമ്മുടെ ഇവിടുത്തെ വർക്കിംഗ് പ്രോസസും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സിൽക്കി ഗോൾഡ് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഡെലിവറി, റിച്ച് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്നു. റിച്ച് ഡെലിവറി ചെയ്യാനുള്ള സെറ്റിങ്ങിന് വേണ്ടി നിൽക്കുന്ന കൂടുതൽ റപ്പിങ് കഴിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊക്കെ വീഡിയോ അതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.